എന്റെ അഭിപ്രായത്തിൽ അയാൾ BJPക്ക് അല്ലാതെ അയാൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയാണെങ്കിൽ ഞാൻ അയാൾക്ക് വോട്ട് ചെയ്തു. ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാണ്, അത് ഉറപ്പാണ്. എന്നാലും ഇപ്പോൾ SDPന്റെ വോട്ടില്ലാതെ ഇപ്പോൾ വേറെ ഏത് രാഷ്ട്രീയക്കാരാണ് ജയിച്ചിട്ടുള്ളത്? തൃശ്ശൂരുകാരോടാണ് അതാ രസം. എന്തായാലും നോക്കാം നമുക്ക്. ഞാൻ പറയുന്ന ആളൊന്ന് ഈ പ്രാവശ്യം എന്തായാലും തൃശ്ശൂർ കിട്ടില്ല, ഉറപ്പാ. അയാൾ കണ്ടില്ലേ നമ്മളെ മാതാവിന് സ്വർണത്തിന്റെ കിരീടം കൊടുത്തില്ലടാ. അത് പിന്നെ രാഷ്ട്രീയം എന്തുണ്ടായി നമുക്കറിയാം. എതിരെ നിൽക്കുന്നവരാണ് പലതും പറയും, തെളിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അയാൾ പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട് വെച്ചാൽ അയാൾ ഞാൻ ഇത്ര പവൻ കൊടുക്കും, അല്ല ഞാൻ 10 കിലോ കൊടുക്കും 20 കിലോ കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല. അയാളിപ്പോ ഒരു നിയത്താക്കിയ സാധനം കൊടുത്തല്ല. ഇപ്പൊ അങ്ങനെ തന്നെ അല്ലേ, വർഗീയത കൊണ്ട് പറഞ്ഞിട്ട് കളിക്കണ കാരണമാണ് അയാളെ തീരെ താല്പര്യമില്ല. പിന്നെ ഈ ശക്തൻ മാർക്കറ്റ് അയാൾ പറഞ്ഞു, ശക്തൻ മാർക്കറ്റ് ലുലു മാളാക്കി കൊടുക്കുന്ന പറഞ്ഞത്. അയാൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഒരുപാട് നല്ല നന്മ, ഒരുപാട് ആൾക്കാർക്ക് നല്ല നല്ല കാര്യങ്ങൾ, വീട് വെച്ചു കൊടുക്കല്, സഹായങ്ങൾ. സിനിമയില് ദിലീപ്, ഈ പറഞ്ഞ സുരേഷ് ഗോപി, അങ്ങനെ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്. വർഗീയതയാണ് അതാണ് ഒരു പ്രശ്നം.